ഇന്നത്തെ ബിഗ് ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് കോളേജ് വിദ്യാർത്ഥികളെ മറയാക്കി ഹവാല ഇടപാട്. തട്ടിപ്പു സംഘങ്ങൾ പണം കൈമാറുന്നത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. നാമമാത്രമായ തുക വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ നൽകിയാണ് ലക്ഷങ്ങളുടെ കള്ളപ്പണ ഇടപാട്. അനധികൃത പണമിടപാടിന്റെ പേരിൽ കുട്ടികൾ അറസ്റ്റിലാകുമ്പോൾ തട്ടിപ്പുകാർ രക്ഷപ്പെടുകയാണെന്ന് വിദ്യാർത്ഥികൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഹവാല തട്ടിപ്പു സംഘം പ്രവർത്തിക്കുന്നത്. പുതിയ കാലഘട്ടത്തിലെ സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളാവുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരികയും അതിൻ്റെ കമ്മീഷൻ നൽകാമെന്ന് മോഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ തട്ടിപ്പ് ചെയ്യുന്നത്. പക്ഷേ കേസിനിരയാവുമ്പോൾ വിദ്യാർത്ഥികൾ കുടുങ്ങുകയും ചെയ്യുന്നു. എത്ര തുകയാണ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? എൻ്റെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷത്തിനടുത്ത് വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്തു? അത് ഇതേമാതിരി തന്നെ വേറെ ടീം ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുക. നമ്മളെ 50,000 ഡെയിലി ഇങ്ങനെ കയറും, എന്നിട്ട് വേറെ ടീം പുറത്തുനിന്ന് ATM നിന്ന് വലിക്കും. 7 ലക്ഷം രൂപ ഒന്നിച്ച് വന്നതല്ല, ഓരോരോ ദിവസം 50,000 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കയറണം. എത്ര രൂപ തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? 7,000 അടുത്ത് കമ്മീഷൻ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എത്ര രൂപ കിട്ടി? 7,000 കിട്ടി. പിന്നീട് എന്താണ് സംഭവിച്ചത്? കേസ് വന്നത് എങ്ങനെയാണ്? കേസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ ട്രേഡിങ്ങിൻ്റെ ഇതിലേക്ക് പൈസ ഇട്ടിരുന്നു. അപ്പോൾ ആ ഫണ്ട് മിസ്സായിട്ട് കയറി എൻ്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് കേസ് കൊടുത്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കയറിയ ഇവർ പോലീസുകാർ റിപ്പോർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ കേസായിട്ട് വന്നതാണ്. പിന്നെ അങ്ങനെ വേറെ ചങ്ങായി തന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കി. ഇത് ആര് വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്? കോളേജ് വഴിയാണോ അല്ലെങ്കിൽ കോളേജ് കുട്ടികളാണോ അതിനകത്ത് ഇടപെടിക്കുന്നത്? അത് കോളേജ് വഴി പറഞ്ഞാണ്. ഒരു ഫറൂഖുള്ള ഒരു ചങ്ങായിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നപ്പോൾ ഇങ്ങനെ കൊടുത്താണ്, കാർഡ് കൊടുത്താണ് കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ. ഇത് ആദ്യം പറഞ്ഞത് ട്രേഡിങ്ങിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ഡെയിലി കയറുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലിമിറ്റിലും മുകളിൽ വരുന്ന ലിമിറ്റ് തീരുന്ന സമയത്ത് വേറെ ആളെ കാർഡിലേക്ക് ഇട്ടിട്ട് അത് അവർ കയ്യിലാക്കും. അതിനെന്തെങ്കിലും കാർഡ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കും. അങ്ങനെയാണ് പറഞ്ഞത് കോളേജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേൾക്കും, ഇങ്ങനെ ഇതാണ് കാർഡ് തന്നാൽ പൈസ തരാം. ട്രിപ്പൊക്കെ പോകാനാകുമ്പോൾ നമ്മൾ ഫൈനലി ട്രിപ്പൊക്കെ പോകാനാകുമ്പോൾ കാർഡ് തന്നാൽ ഇത്ര ട്രിപ്പ് പോകാനുള്ള പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് വി എസ് രഞ്ജിത്ത്. എങ്ങനെയാണ് ഈ പണം മറിയുന്നത്? അതിന് കള്ളപ്പണം ഒഴുക്കുന്നതിന് കോളേജ് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് മറയാക്കുന്നത് എന്നതിന്റെ ഒരു തുറന്നു പറച്ചിലല്ലേ? ഇതിൽ അന്വേഷണം വേണ്ടതല്ലേ രഞ്ജിത്ത്? സുജയ, തീർച്ചയായും കോഴിക്കോട് വിവിധ കോളേജുകൾ, കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് റൂറൽ മേഖലയിലുമുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കള്ളപ്പണം ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസും നൽകുകയും ആ അക്കൗണ്ടിലേക്ക് വരുന്ന തുക അവരുടെ ATM കാർഡ് വാങ്ങി അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ നാമമാത്രമായ കമ്മീഷൻ മാത്രമാണ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക. പക്ഷേ ഈ തുകയുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇത് മറ്റ് ഇതര സംസ്ഥാനത്തുള്ള തട്ടിപ്പുകാർ പലതരത്തിൽ ഇപ്പോൾ വെർച്വൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകളുണ്ട്. ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി സമാഹരിക്കുന്ന പണമായിരിക്കും ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ തട്ടിപ്പിനിരയായ ആളുകൾ പരാതി കൊടുക്കുമ്പോൾ അത് ഈ അക്കൗണ്ടിലേക്കായിരിക്കും പണം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാവുന്നത് ഈ കുട്ടികളായിരിക്കും. തട്ടിപ്പ് നടത്തുന്നവർ രക്ഷപ്പെടുകയും ചെയ്യും. കാരണം തട്ടിപ്പ് നടത്തുന്നവരെ സംബന്ധിച്ച് ഒരു തെളിവും ബാക്കിയുണ്ടാവില്ല. ഈ തട്ടിപ്പ് നടത്തിയ പണം മുഴുവൻ വന്നിട്ടുണ്ടാവുക ഈ പാവപ്പെട്ട കുട്ടികളുടെ അക്കൗണ്ടിലേക്കായിരിക്കും. ആ കുട്ടികളായിരിക്കും ഈ കേസിൽ അറസ്റ്റിലാവുക. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ 100-ലധികം കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കർണാടകയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ പോലീസ് എത്തുകയും ഇവിടെ നിന്ന് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേരള പോലീസ് തന്നെ നൽകുന്ന വിവരം. നമ്മളെ തന്നെ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഒരു പുലർച്ചെ സമയത്ത് കർണാടകയിൽ നിന്നുള്ള പോലീസ് എത്തി 2 കാസർഗോഡ് സ്വദേശികളായ കുട്ടികളെ കൊണ്ടുപോയിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ ഈ അന്വേഷണം നടത്തിയത്. പോലീസ് തന്നെ പറയുന്നത് നിരവധി കുട്ടികളെ നഗരത്തിലെ പല കോളേജുകളിൽ നിന്നും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുത്ത് അത് കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് കിട്ടുന്നത് കേവലം 4,000 രൂപയോ 5,000 രൂപയോ പോലുള്ള കമ്മീഷൻ ആയിരിക്കുമെന്നും പോലീസ് പറയുന്നു. അതേ കാര്യത്തിൽ ഉൾപ്പെട്ട കെണിയിലകപ്പെട്ട 2 കുട്ടികളാണ് ഇന്നിപ്പോൾ നമ്മോട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണിത്. ഇതിൽ അന്വേഷണവും ആവശ്യമാണ്. കോഴിക്കോട്ടെ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പണം ഒഴുക്കുന്നത്. അതിനായി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു എന്നത് അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇതിൽ അന്വേഷണം വേണ്ട വിഷയം തന്നെയാണ്. താങ്ക് യു വി എസ് രഞ്ജിത്ത്.